അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 52 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അവിടെ ആ നാട്ടിലുണ്ടായിരുന്ന, മിസ്റിലുണ്ടായിരുന്ന രാജാവിൻ്റെ ഭാര്യ, അല്ലെങ്കിൽ അവിടെയുള്ള പ്രമാണിയുടെ ഭാര്യ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം ഏറ്റുപറയുകയും അവരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരി, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയല്ല എന്ന് വിശദീകരിക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ വചനങ്ങളിൽ നാം കണ്ടിട്ടുള്ളത്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല വഞ്ചന കാണിക്കുന്നവരെ ഒരിക്കലും വിജയിപ്പിക്കുകയില്ല എന്നും, അവർ തെറ്റ് ചെയ്തപ്പോൾ ആദ്യം അവർ ആ കുറ്റം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മേലിൽ ആരോപിക്കുകയും ആ ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുവാൻ അവർ പരിശ്രമിക്കുകയും ചെയ്തു. ഒരു പരിധിവരെ അവർ അതിൽ വിജയിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം. എന്നാൽ ഏത് അസത്യവും അത് പിടിക്കപ്പെടും, ഏത് സത്യത്തിൻ്റെയും യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരപ്പെടും, സത്യം വരികയും അസത്യം പരാജയപ്പെടുകയും ചെയ്യുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നിലക്ക് ഇവിടെ അവർ ഒരു കുതന്ത്രം പ്രയോഗിച്ചു, ആ സ്ത്രീ ഒരു കുതന്ത്രം പ്രയോഗിച്ചു. അതിൻ്റെ സത്യാവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നിരപരാധിത്വവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവന്നു. ഇക്കാര്യങ്ങളാണ് 52 വരെയുള്ള ആയത്തുകളിൽ നാം കാണുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് പരിശോധിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أبرئ نفسي إن النفس لأمارة بالسوء إن النفس لأمارة بالسوء إلا ما رحم ربي إن ربي غفور رحيم. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. قال اجعلني على خزائن الأرض إني حفيظ عليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഉബർരിഉ നഫ്സി. ഇത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംസാരമാണ് എന്നും, അല്ല ആ രാജാവിൻ്റെ ഭാര്യയുടെ, ആ സ്ത്രീയുടെ സംസാരമാണ് എന്നുമുള്ള പ്രധാനപ്പെട്ട 2 തഫ്സീറുകളുണ്ട്. അതിൽ കൂടുതൽ ശരിയായത് ഇത് ആ സ്ത്രീയുടെ സംസാരമാണ് എന്നുള്ളതാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരുടെ സംസാരമായി മനസ്സിലാക്കി തരുന്നത്? അവർ പറയുന്നു, ആ സ്ത്രീ പറയുന്നു, വമാ ഉബർരിഉ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ ഒഴിവാക്കി പറയുന്നില്ല, കുറ്റവിമുക്തമാക്കുന്നില്ല. ബർറഅ യുബർരിഉ തബ്രിഅതൻ എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തമാക്കുക. ബർറഅ യുബർരിഉ തബ്രിഅ. മുബർരി എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തമാക്കുന്നവൻ. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, വമാ ഉബർരി ഉനഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ
എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ വ്യക്തിത്വത്തെ ഞാൻ കുറ്റവിമുക്തമാക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റുകാരിയല്ല, ഞാനങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന നഫ്സ, തീർച്ചയായും മനസ്സ്, ലഅമ്മാറത്തും ബിസ്സൂ, തെറ്റിന് കൽപ്പിക്കുന്നതാണ്, ശക്തമായി പ്രേരിപ്പിക്കുന്നതാണ്. അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ ആമിർ എന്നതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു വസനാണത്. അമറയ ഉമുറു, കൽപ്പിക്കുക. ആമിർ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നത്, അമ്മാർ എന്ന് പറഞ്ഞാൽ ധാരാളമായി കൽപ്പിക്കുന്നത്. അപ്പോൾ നഫ്സ് അമ്മാറത്തുൻ ബിസ്സു, സു എന്ന് പറഞ്ഞാൽ മോശമായത്. മനസ്സ് അങ്ങനെയാണ്, അത് തെറ്റിലേക്ക് ശക്തമായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം ലഭിച്ചതൊഴികെ. റഹിമ യർഹമു, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുക, അള്ളാഹുവിൻ്റെ ഔദാര്യം, കാരുണ്യം ഉണ്ടാവുക. ഇപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, കാരുണ്യം ലഭിച്ചവർ ഒഴികെ, അത്തരത്തിലുള്ള നഫ്സുകൾ ഒഴികെ, അതല്ലാത്തതൊക്കെ തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ രക്ഷിതാവ്, ഗഫൂറുൻ, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കാരുണ്യവാനുമാകുന്നു. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ ഒരു വാക്ക്, വമാ ഉബരിഉ നഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ കുറ്റവിമുക്തമാക്കുന്നില്ല, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, തീർച്ചയായും നഫ്സ് അത് തിന്മകൾക്ക് ശക്തമായി പ്രേരിപ്പിക്കുന്നതാണ്. ഇത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൗലല്ല, മറിച്ച് ആ സ്ത്രീയുടെ കൗലാണ് എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും മുഫസ്സിരിങ്ങളും പറയുന്നു. കാരണം അമ്പിയാക്കളുടെ, അവർ അതിന് പറയുന്ന ന്യായം എന്നുള്ളത്, അമ്പിയാക്കൾ ഒരിക്കലും അത്തരത്തിലുള്ള തിന്മകൾ ചിന്തിക്കുക പോലുമില്ല. അത്തരം തിന്മകളിലേക്ക് അവരുടെ മനസ്സ് ചായ്വ് കാണിക്കുകയില്ല. എന്ന് മാത്രമല്ല, ഈ അദ്ധ്യായത്തിൽ നമുക്കറിയാം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ അവർ ശക്തമായി പ്രേരിപ്പിച്ചിട്ടും അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവരുടെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അവർ എന്നെ ക്ഷണിക്കുന്ന തിന്മയേക്കാൾ എനിക്ക് ഖൈറായത് ജയിലാണ് എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹം ഇഖ്ലാസുള്ള അടിമയായിരുന്നു, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നുമൊക്കെ സൂറത്ത് യൂസുഫിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചല്ല ഇത്. എന്നാൽ ഈ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചതും തെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും ആ സ്ത്രീയാണ്. മാത്രമല്ല, ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള സംസാരം ആരുടേതാണ്? ആ സ്ത്രീയുടെ സംസാരമാണ്. 52-ാമത്തെ ആയത്തിലുള്ളത്, ദാലിക ലിയഅലമ അന്നീ ലം അഖുൻഹു ബിൽ ഗൈബി വ അന്നല്ലാഹ ലാ യഹ്ദീ കൈദൽ ഖായിനീൻ തുടങ്ങിയിട്ടുള്ളതൊക്കെ അത് ആ സ്ത്രീയുടെ കൗലാണ് എന്നതാണ് ഏറ്റവും ശരിയായ തഫ്സീർ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണിത്. അതുകൊണ്ട് ഇത് ആ സ്ത്രീയുടെ സംസാരമാണ് എന്ന് ധാരാളം മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ ഏതാനും മുഫസ്സിറുകൾ പറഞ്ഞു, ഇതിന് തൊട്ടു മുമ്പുള്ളത് ദാലിക ലിയഅലമ അന്നീ ലം അഖുൻഹു ബിൽ ഗൈബ്, ഞാൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ വഞ്ചിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം അറിയാൻ വേണ്ടി എന്നുള്ളത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാക്കുകളാണ്. കാരണം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തെറ്റായ നിലക്ക് കണ്ടിട്ടില്ല, ആ നിലക്ക് തൻ്റെ യജമാനനെ അദ്ദേഹം വഞ്ചിച്ചിട്ടില്ല എന്നത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം വ്യക്തമാക്കുകയാണ്. ആ ഒരു നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജയിലിൽ പോയതും. ജയിലിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി സ്വപ്നത്തിൻ്റെ മനോഹരമായ വ്യാഖ്യാനം നൽകിയപ്പോൾ നമ്മൾ വിശദീകരിച്ചതാണ്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോലും എൻ്റെ നിരപരാധിത്വം അവർ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കൗലാണ് 52-ാമത്തെ ആയത്ത്. അതുകൊണ്ട് ഇത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വാക്കുകളാണ്. എന്ന് മാത്രമല്ല, നഫ്സ് തിന്മയിലേക്ക് ചായ്വ് കാണിക്കുന്നതാണ്, ഞാൻ എന്നെ കുറ്റവിമുക്തനാക്കുന്നില്ല എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അതിൽ അസാംഗിത്യമൊന്നുമില്ല. കാരണം അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സുകളിലേക്ക് സാധാരണ മനുഷ്യന്മാരുടെ മനസ്സിൽ വരുന്നത് ഒന്നും വരികയില്ല എന്നത് അതിനർത്ഥമാക്കേണ്ടതില്ല. മറിച്ച് അവരുടെ മഹത്വം എപ്പോഴാണ് വെളിവാകുന്നത്? അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നാൽ പോലും അതിനെ അടക്കി വെച്ചുകൊണ്ട്, ക്ഷമ അവലംബിച്ചുകൊണ്ട്, അതിനെ നിയന്ത്രിച്ച് തെറ്റുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള അവരുടെ ആ കഴിവാണ് അവരെ മഹത്വമുള്ളതാക്കി തീർക്കുന്നത്. എന്നാൽ ഒരു നിലക്കും ഒരു ചിന്തയും വരുന്നില്ലെങ്കിലോ അവർ മലക്കുകളെ പോലെയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മഹത്വമില്ല. മറിച്ചൊരു വ്യക്തിയുടെ മഹത്വം അത് സ്ഥാപിക്കപ്പെടുന്നത് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ മനസ്സിലുണ്ടെങ്കിൽ പോലും അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ അതിനെ അടിച്ചമർത്തി നന്മയിലേക്ക് കുതിക്കുക, തിന്മയിൽ നിന്ന് ഓടി അകലുക എന്നുള്ളതാണ്.
വ്യക്തികളുടെ മഹത്വം, ആ നിലക്ക് പ്രവാചകന്മാരുടെ മഹത്വം അതാണ്. അതുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോലും അതൊരു തെറ്റായ തഫ്സീറല്ല എന്നും പല മുഫസ്സിരിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പറഞ്ഞത് ശരിയാണ്. എങ്കിലും ഭൂരിപക്ഷ മുഫസ്സിരിങ്ങൾ പറഞ്ഞതിനോടാണ് നാം ചായ്വ് കാണിക്കുന്നത്. ഇത് ആ മിസ്റിലെ രാജാവിൻ്റെ ഭാര്യയുടെ സംസാരമാണ്. വമാ ഉബരി ഉനഫ്സി, ഞാൻ എൻ്റെ നഫ്സിനെ കുറ്റവിമുക്തമാക്കുന്നില്ല. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു, തീർച്ചയായും മനസ്സ് തെറ്റുകൾക്ക് ശക്തമായി പ്രേരിപ്പിക്കുന്നതാണല്ലോ. തൻ്റെ നിരപരാധിത്വം തൻ്റെ ഭർത്താവിനെയും സമൂഹത്തെയും അറിയിക്കാൻ വേണ്ടി അവർ നടത്തുന്ന സംസാരമാണ്. ഏതൊരാളുടെയും മനസ്സിൽ തിന്മകൾ വരുമല്ലോ, അതിലേക്ക് ചായ്വ് കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമല്ലോ എന്നവർ പറയുകയാണ്. ഇവിടെ പ്രത്യേകം നമുക്ക് കാണാൻ സാധിക്കും, മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു, മനസ്സ് തെറ്റുകൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ തഖ്വയും ഫുജൂറും അഥവാ ധാർമ്മിക ബോധവും അധർമ്മത്തിൻ്റെ ചിന്തകളും രണ്ടും അല്ലാഹു ഇട്ടുകൊടുത്തിട്ടുണ്ട് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി. ഇതിലേതാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. നഫ്സിനെയും അതിനെ ശരിപ്പെടുത്തിയ രീതിയെയും തന്നെയാണ് സത്യം. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നഫ്സിന്, മനസ്സിന് അതിൻ്റെ ധാർമ്മികതയും അതിൻ്റെ അധർമ്മവും അല്ലാഹു ഉത്ബോധനം നൽകിയിരിക്കുന്നു. അപ്പോൾ മനസ്സുകളിൽ അതുണ്ട്. ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും നന്മയിലേക്കുള്ള ചായ്വുമുണ്ട്, തിന്മയിലേക്കുള്ള ചായ്വുമുണ്ട്. ഇതിലേതാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് അവനെ വിജയിയാക്കി തീർക്കുന്നത്. അതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആ മനസ്സിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ, അഥവാ തെറ്റുകളിലേക്ക് ചായ്വ് കാണിക്കുമ്പോഴും ആ തെറ്റിലേക്ക് പോവാതെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി മനസ്സിൻ്റെ പരിശുദ്ധിയെ നിലനിർത്തുകയും നന്മയിലേക്ക് ചായ്വ് കാണിക്കുകയും ചെയ്താൽ അവർ വിജയിച്ചു. എന്നാൽ തിന്മകൾക്ക് പ്രേരിപ്പിക്കപ്പെടുമ്പോൾ, മനസ്സ് അങ്ങനെ ശക്തമായി പ്രേരിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ശരീരം നിന്നുകൊടുത്താൽ അവർ ആത്മാവിനെ കളങ്കപ്പെടുത്തി, മനസ്സിനെയും ശരീരത്തെയും അവർ കളങ്കപ്പെടുത്തി, അങ്ങനെ അവർ പരാജയപ്പെടും. ഇതാണ് ആ അധ്യായത്തിൽ സൂറത്തു അശംസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മനസ്സ് ആ നിലക്ക് തിന്മകൾക്ക് പ്രേരിപ്പിച്ചേക്കാം. അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസികളുടെ വിജയം. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ വിജയിച്ച അത്ഭുതകരമായ കാഴ്ചയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നത്. തഖ്വയിലൂടെ, ഇഖ്ലാസിലൂടെ, പ്രാർത്ഥനയിലൂടെ, തിന്മയിൽ നിന്ന് ഓടി അകലാനുള്ള സന്നദ്ധതയിലൂടെ, നന്മയിലേക്ക് കുതിക്കാനുള്ള സന്നദ്ധതയിലൂടെ അദ്ദേഹം തൻ്റെ മനസ്സിനെ സംസ്കരിക്കുകയും നിയന്ത്രിക്കുകയും പരിശുദ്ധമായ ഒരവസ്ഥയിലേക്ക് അതിനെത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമൊക്കെ അത് സാധിക്കും. ഈ രൂപത്തിൽ തിന്മകളിലേക്ക് പ്രേരണ ഉണ്ടാകുമ്പോൾ അതിനെ അടക്കി വെച്ചുകൊണ്ട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹുവിനെ ഭയപ്പെടുകയും ആ ഭയം കാരണത്താൽ സ്വന്തം നഫ്സിനെ ദേഹേച്ഛകളിൽ നിന്ന് പിടിച്ചു വെക്കുകയും ചെയ്താൽ അവർക്കുള്ളതാകുന്നു സ്വർഗലോകം. അപ്പോൾ ദേഹേച്ഛയെ തടഞ്ഞു വെക്കുക, മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാതിരിക്കുക. അത് ഹറാമാണോ ഹലാലാണോ എന്ന് പരിശോധിച്ച്, ഹലാലാണെങ്കിൽ അവർക്ക് അത് ചെയ്യാം, എന്നാൽ ഹറാമാണെങ്കിൽ അത്തരം ആഗ്രഹങ്ങളെ തടഞ്ഞു വെക്കുക. അവിടെ ക്ഷമ അവലംബിച്ചാൽ അവർക്കാണ് സ്വർഗമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് പറയുന്നത് ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ എന്ന് പറഞ്ഞാൽ മനസ്സ് ശക്തമായ തിന്മകളിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ അതിലേക്ക് പോവാതിരിക്കുവാൻ അള്ളാഹുവിൽ നിന്നുള്ള തൗഫീക്ക് വേണം. നമ്മുടെ കഴിവുകളിൽ നമ്മൾ അമിതമായി അഹങ്കരിക്കരുത്. മറിച്ച് റബ്ബിൻ്റെ തൗഫീഖില്ലാതെ നമുക്കാർക്കും തസ്കിയത്ത് ലഭിക്കുകയില്ല. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ കാണാം. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾക്കും പരിശുദ്ധി പ്രാപിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്, അവൻ്റെ ഔദാര്യം കൊണ്ടാണ് നമുക്ക് നന്മയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത് ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് ലഭിച്ചവരൊഴികെ. അവർക്ക് തിന്മയിലേക്ക് പ്രേരണയുണ്ടായാലും അവർ മനസ്സിനെ പിടിച്ചു വെക്കുന്നതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ റഹ്മത്ത് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസ് കാരണത്താൽ. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും തെറ്റിൻ്റെ വഴികളിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്താൽ അള്ളാഹു അവരെ സംരക്ഷിക്കുന്നതാണ് എന്നതിന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവചരിത്രം തെളിവാണ്. ഞാനും നിങ്ങളും അതേപോലെ തന്നെ തെറ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കാതെ ആത്മാർത്ഥമായി തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും
തെറ്റിൻ്റെ വഴികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ശേഷം റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നമ്മെ സംരക്ഷിക്കും. തിന്മകളിൽ നിന്ന് അള്ളാഹു നമ്മെ സംരക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അവൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുമെന്ന് ഈ വചനം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ശേഷം അവർ പറയുന്നത്, ഇന്ന റബ്ബി, തീർച്ചയായും എൻ്റെ റബ്ബ്, ഗഫൂറുൻ, പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കാരുണ്യവാനുമാണ്. ആരിൽ നിന്നെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് പുറത്തു കൊടുക്കുന്നതാണ്, അവരോട് കരുണ കാണിക്കുന്നതാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിൻ്റെ മഗ്ഫിറത്തിനെ തേടുക, റഹ്മത്തിനെ തേടുക. രണ്ട് കാര്യങ്ങൾക്കത് ഉപകാരപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് പാപമോചനം ലഭിക്കുന്നു മാത്രമല്ല, ആ റഹ്മത്ത് ലഭിച്ചാൽ ഇല്ലാമ റഹിമ റബ്ബി എന്ന് പറഞ്ഞില്ലേ, തെറ്റുകളിൽ പ്രവേശിക്കുന്നതിൽ നിന്ന്, തെറ്റുകളിലേക്ക് പോകുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഇനി അഥവാ മനുഷ്യൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായും അവരിൽ തെറ്റ് സംഭവിക്കും, സംശയമില്ല. അങ്ങനെ സംഭവിച്ചാൽ അവർ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങി ആ തിന്മയെ ഉപേക്ഷിച്ച് റബ്ബിനോട് തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, എൻ്റെ റബ്ബ് പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. അപ്പോൾ ആ സ്ത്രീ തൗബ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ആ സ്ത്രീയെക്കുറിച്ച്, ആ രാജാവിൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമായ ചിന്തകൾ ഇതിന് ശേഷം നമ്മുടെ മനസ്സിലുണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അവർ അവരുടെ ന്യായീകരണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, അവരുടെ സാഹചര്യങ്ങൾ അവർ വ്യക്തമാക്കി. തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു നഫ്സ് എല്ലാവർക്കുമുണ്ട് എന്ന കാര്യം അവർ വ്യക്തമാക്കി. അവർക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെട്ടു. അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരപരാധിത്വം പരസ്യമായി പ്രഖ്യാപിച്ചു. അവർക്ക് അബദ്ധം സംഭവിച്ചു എന്നവർ പറഞ്ഞു. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലും റഹ്മത്തിലും അവർ പ്രതീക്ഷ വെക്കുന്നതിനെക്കുറിച്ചും അവർ പറയുകയുണ്ടായി. അഥവാ അവർ തൗബ ചെയ്തു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു മഗ്ഫിറത്ത് നൽകുന്നതിൻ്റെ കൂടെ ധാരാളം റഹ്മത്തുകളും നൽകുന്നവനാണ് എന്ന ഒരു തത്വം കൂടി ഇതിലുണ്ട്. കാരണം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ മഗ്ഫിറത്തിൻ്റെ കൂടെ റഹ്മത്ത് പറയുന്നത് കാണാൻ സാധിക്കും. അതിൽ രണ്ട് ആശയങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിന്മകളിലേക്ക് പോവാതെ അള്ളാഹു നമ്മെ തടഞ്ഞു വെക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ഇനി തെറ്റ് സംഭവിച്ചാൽ മഗ്ഫിറത്ത് നൽകുന്നതും അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അതിന് പുറമെ മൂന്നാമതായി കൂടി നമുക്കതിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. അഥവാ ഒരാൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള അയാളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ആ വ്യക്തിക്ക് നൽകും. അയാളെ അള്ളാഹു സുബ്ഹാനഹു തആല ശിക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, കൂടുതൽ റഹ്മത്ത് ആ വ്യക്തിക്ക് നൽകും എന്നുകൂടി ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം, ഈ സംഭവമൊക്കെ ക്ലിയർ ആയതിനു ശേഷം രാജാവ് പിന്നെ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്പോഴും ജയിലിലാണ്. തൻ്റെ നിരപരാധിത്വം അവർ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിരപരാധിത്വം ഇവിടെ അംഗീകരിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ രാജാവ് പറഞ്ഞു, വഖാലൽ മലിക്കു, രാജാവ് പറഞ്ഞു, ഈതൂനി ബിഹി, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുവരൂ. അതാബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, തിയാൻ എന്ന് പറഞ്ഞാൽ വരിക, അതാബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. വഖാലൽ മലിക്കു ഉതൂനി ബിഹി, വഖാലൽ മലിക്കു, രാജാവ് പറഞ്ഞു, ഈതൂനി ബിഹി, നിങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ, ജയിലിൽ നിന്ന് മോചിപ്പിക്കൂ. എന്നിട്ടോ അസ്തഖ്ലിസുഹു ലിനഫ്സി, ഇസ്തഖ്ലസ എന്ന് പറഞ്ഞാൽ പ്രത്യേകമാക്കുക എന്നാണ്, ഖാലിസാക്കുക, പ്രത്യേകമാക്കുക. അസ്തഖ്ലിസുഹു, ഞാൻ ആ വ്യക്തിയെ അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ആക്കട്ടെ, ലിനഫ്സി, എൻ്റെ സ്വന്തക്കാരനായി, എൻ്റെ പ്രത്യേകക്കാരനായി, എനിക്ക് വേണ്ടപ്പെട്ടവനായി ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ. ഇസ്തഖ്ലസ യസ്തഖ്ലിസു, ഇസ്തിഖ്ലാസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കുക. അസ്തഖ്ലിസുഹു ലിനഫ്സി, ഞാൻ എനിക്ക് വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കട്ടെ. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമ കൊട്ടാരത്തിലേക്ക് വന്നു. ഫലമ്മ കല്ലമഹു, അങ്ങനെ രാജാവ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിനോട് സംസാരിച്ചു. അവർ തമ്മിൽ സംസാരമുണ്ടായി. കല്ലമ യുക്കല്ലിമു എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. ഫലമ്മ കല്ലമഹു, അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് രാജാവ് സംസാരിച്ചു. ഖാല, അപ്പോൾ രാജാവ് പറഞ്ഞു, ഇന്നക്കൽ യൗമ, ഇന്നേ ദിവസം അഥവാ ഇന്ന് മുതൽ താങ്കൾക്കുണ്ട്, ലദൈന, എൻ്റെ അടുക്കൽ, ലദയ്യ ലദൈന എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അടുക്കൽ, ലദൈന നമ്മുടെ അടുക്കൽ, മക്കീനുൻ, മക്കീൻ എന്ന് പറഞ്ഞാൽ ദൂ മക്കാന, വളരെ വലിയ ഒരു സ്ഥാനമുണ്ട്. അതേപോലെ തന്നെ അമീനുൻ, താങ്കൾ വിശ്വസ്തനായി ഞാൻ പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇന്നക്കൽ യൗമ, ഇന്നേ ദിവസം താങ്കൾ, ലദൈന എൻ്റെ അടുക്കൽ, മക്കീനുൻ, വലിയ സ്ഥാനമുള്ള ആളാണ്. അതേപോലെ അഥവാ മക്കീൻ എന്ന് പറഞ്ഞാൽ ദൂ മക്കാന, വലിയ സ്ഥാനമുള്ളത്. അതേപോലെ തന്നെ അമീൻ, വിശ്വസ്തനാണ്. താങ്കൾ എൻ്റെ അടുക്കൽ വിശ്വസ്തനാണ്. അമീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശ്വസ്തൻ. അപ്പോൾ രാജാവ് പറയുകയാണ്,
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് താങ്കളെക്കുറിച്ച് ഉള്ള എല്ലാ വിവരവും അറിഞ്ഞിരിക്കുന്നു, താങ്കളുടെ നിരപരാധിത്വം വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു, നിരപരാധിയായിരുന്നിട്ടും താങ്കൾ ജയിലിൽ കഴിഞ്ഞു, ആ ജയിലിലായിരുന്നിട്ട് പോലും, നിരപരാധിയായിരിക്കെ ജയിലിൽ കഴിഞ്ഞിട്ട് പോലും രാജാവ് ഒരു സ്വപ്നം കണ്ട് അതിൻ്റെ വ്യാഖ്യാനം ചോദിച്ചപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ ആ രാജ്യത്തിൻ്റെ ഭാവിയെ നിർണയിക്കുന്ന ഒരു സ്വപ്നം എന്നുള്ള നിലക്ക് വളരെ കൃത്യമായ സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകി. അതിനുശേഷം രാജാവ് പ്രത്യേകം വിളിച്ചപ്പോൾ പോലും നേർക്ക് നേരെ ഇറങ്ങിപ്പോവാതെ തൻ്റെ വ്യക്തിത്വത്തിന് പരിഗണന നൽകിക്കൊണ്ട് തൻ്റെ നിരപരാധിത്വം അംഗീകരിച്ചാൽ മാത്രമേ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സത്യസന്ധതയെ വെളിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ആ നിലക്ക് തൻ്റെ അഭിമാനത്തെ താങ്കൾ സംരക്ഷിച്ചു. ആ നിലക്കൊക്കെ താങ്കൾ വലിയ മഹത്വമുള്ള ആളാണ്, വലിയ സ്വഭാവ വൈശിഷ്ട്യമുള്ള ആളാണ് എന്ന് രാജാവ് സമ്മതിക്കുകയും രാജാവ് പറയുകയാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സ്വന്തക്കാരനാക്കാം, അസ്തഖ്ലിസു നഫ്സി എന്ന് രാജാവ് പറഞ്ഞല്ലോ, ആ പറഞ്ഞത് അദ്ദേഹം പൂർത്തീകരിക്കുകയും അത് പാലിക്കുകയും അദ്ദേഹം പറഞ്ഞു, ഇന്നക്കൽ യൗമ, തീർച്ചയായും താങ്കൾ ഇന്ന് ലദൈന, എൻ്റെ അടുക്കൽ മക്കീൻ, വലിയ സ്ഥാനമുള്ള ആളാണ്, വിശ്വസ്തനുമായി ഞാൻ താങ്കളെ പരിഗണിക്കുന്നതാണ് എന്ന് രാജാവ് പറഞ്ഞു. അപ്പോൾ വലിയൊരു സ്ഥാനം രാജകൊട്ടാരത്തിൽ, ഒരു വലിയ മന്ത്രിസ്ഥാനം, ഉയർന്ന സ്ഥാനം, ഏകദേശം പല പണ്ഡിതന്മാരും പറഞ്ഞത് രാജാവിൻ്റെ അത്ര തന്നെ പദവിയിലേക്ക് എത്തുന്ന ഒരു സ്ഥാനമാണ് നൽകാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ എനിക്ക് ആധിപത്യത്തിൽ നിന്ന് നൽകി എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയൊരു സ്ഥാനം അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് ആ കൊട്ടാരത്തിൽ. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അത്രയും ഉയർന്ന ഒരു മന്ത്രിസ്ഥാനം, ഒരു വകുപ്പ് നൽകാമെന്ന് രാജാവ് പറഞ്ഞപ്പോൾ തുടർന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇജ്അൽനി, അങ്ങനെയാണെങ്കിൽ എന്നെ താങ്കളാക്കണം. ജഅല യജ്അലു എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക, ആക്കുക, വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇജ്അൽനി, താങ്കൾ എന്നെ വെക്കണം, എന്നെ സ്ഥാപിക്കണം, എന്നെ നിയമിക്കണം. എവിടെ? അല ഖസാഇനിൽ അർദി, ഭൂമിയുടെ, കൃഷിയുടെ സൂക്ഷിപ്പുകാരനായി, കാർഷിക വിഭവങ്ങളുടെ സൂക്ഷിപ്പുകാരനായി. ഖിസാനയുടെ ജംആണ് ഖസാഇൻ. ഖിസാന എന്ന് പറഞ്ഞാൽ കാർഷിക വിഭവങ്ങളുടെ സൂക്ഷിപ്പ്, ധാന്യങ്ങളുടെ സൂക്ഷിപ്പ്, അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭക്ഷ്യവകുപ്പ് എന്ന് പറയാം. ഭക്ഷ്യവകുപ്പ് അത് എന്നെ ഏൽപ്പിക്കണം. അതാണ് ഖസാഇനുൽ അർദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നി, തീർച്ചയായും ഞാൻ, ഹഫീലുൻ, നല്ല സൂക്ഷിപ്പുകാരനാണ്, അലീം, അറിവുള്ളവനാണ്. ഹഫീൽ എന്ന് പറഞ്ഞാൽ ഹഫിള യഹ്ഫലു എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, ഹാഫിൽ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുന്നവൻ, ഹഫീൽ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം സൂക്ഷിക്കുന്നവൻ, അലീം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം അറിവുള്ളവൻ. ആലിം എന്ന് പറഞ്ഞാൽ ഇൽമുള്ളവനാണ്, അലീം എന്ന് പറഞ്ഞാൽ നന്നായി അറിവുള്ളവൻ. അപ്പോൾ ഞാൻ നന്നായി അറിവുള്ള സൂക്ഷിപ്പുകാരനാണ്, ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിലുള്ള കഴിവ് സ്വപ്നവ്യാഖ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ് അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം ആ രാജാവ് സ്വപ്നം കണ്ടപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ക്ഷാമകാലം ഉണ്ടാകും, ക്ഷേമകാലവും ഉണ്ടാകും. അപ്പോൾ ക്ഷേമകാലത്തുള്ള ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച് ആവശ്യത്തിനെടുത്ത് പിന്നീട് വരാൻ പോകുന്ന വരൾച്ച കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, ദാരിദ്ര്യമില്ലാതെ, പട്ടിണിയില്ലാതെ എല്ലാവരിലേക്കും ധാന്യം എങ്ങനെ എത്തിക്കാം, ക്ഷേമകാലത്ത് ലഭിച്ച ആ ധാന്യങ്ങളെയും മറ്റു കാർഷിക വിഭവങ്ങളെയും എങ്ങനെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ള വിഷയത്തിൽ എനിക്ക് അറിവുണ്ട്. അതുകൊണ്ട് ഭക്ഷ്യവകുപ്പ് എന്നെ കൈകാര്യം ചെയ്താൽ ഞാൻ രാജ്യത്ത് പട്ടിണിയില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, ധൂർത്തടിക്കാത്ത രൂപത്തിൽ വരൾച്ചയുടെ കാലഘട്ടത്തിൽ അതിനെ കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഭക്ഷ്യവകുപ്പ് എന്നെ ഏൽപ്പിക്കണമെന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ഇവിടെ ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്ഥാനമാനങ്ങൾ ചോദിച്ചു വാങ്ങരുത്. അത് പിന്നീട് ഖിയാമത്ത് നാളിൽ വലിയ അപമാനത്തിന് കാരണമായിത്തീരും, ശിക്ഷയ്ക്ക് കാരണമായിത്തീരും. കാരണം സ്ഥാനമാനങ്ങളും ഭരണവും എന്നൊക്കെ പറയുന്നത് വലിയ അമാനത്തുകളാണ്, ഉത്തരവാദിത്തമാണ്. എന്നാൽ തനിക്കറിയാവുന്നൊരു കാര്യം അതേപോലെ മറ്റുള്ളവർക്കറിയില്ല, ഞാനതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് നശിച്ചു പോകുമെന്ന് കരുതുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാമെന്ന് ആവശ്യപ്പെടാം. അവിടെ അദ്ദേഹം ഒരിക്കലും അത്തരമൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഞാനത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അത് സമൂഹത്തിന് പ്രശ്നമാണ്, രാജ്യത്തിന് പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത്തരം സ്ഥാനമാനങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ
അവിടെ വിരോധമില്ല. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിലുള്ള ഭരണകാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാം ഭരണം ചോദിച്ചു വാങ്ങാൻ പാടില്ലാത്തതാണ്. അതേ സന്ദർഭത്തിൽ ചില മേഖലകളിൽ നാം ഇടപെട്ടിട്ടില്ലെങ്കിൽ അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകും, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് അത് അപകടമായി തീരുമെന്ന് തോന്നുമ്പോൾ അത്തരം സ്ഥാനമാനങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധതയോടുകൂടി ഏറ്റെടുക്കുകയും സത്യസന്ധമായി തന്നെ ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തനിക്കൊരു അധികാരം ലഭിക്കാൻ വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുകയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനേക്കാൾ മറ്റു വകുപ്പുകൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് ഉത്തരവാദിത്തം, വലിയ ഭാരങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളില്ലാത്ത വകുപ്പുകൾ വേറെയുണ്ട്, സാമ്പത്തികമായി നേട്ടം കൊയ്യാൻ സാധിക്കുന്നത്. അതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുത്തത്? ഭക്ഷ്യവകുപ്പാണ്. അത് വളരെ വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. കാരണം ജനങ്ങളുടെ പട്ടിണി മാറണം, ദാരിദ്ര്യം മാറണം, എല്ലാ വീടുകളിലേക്കും ധാന്യമെത്തണം, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വരെ അത് നൽകാൻ സാധിക്കണം. അങ്ങനെ ആ നാട്ടിലെ ഓരോ ആളുകളുടെയും വീടുകൾ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ചെറിയ ഉത്തരവാദിത്തമല്ല. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ഏറ്റെടുത്തത് ഒരിക്കലും തന്നെ തനിക്ക് സുഖിക്കാൻ വേണ്ടിയല്ല, മറിച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിനോട് പറഞ്ഞു, ഖാല ജഅൽനി, താങ്കൾ എന്നെ ആക്കണം, അല ഖസാഇനിൽ അർദി, ഭൂമിയുടെ ഖജനാവ് നോക്കുന്ന അഥവാ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു മേഖല എനിക്ക് നൽകണം, ധാന്യങ്ങൾ സൂക്ഷിക്കുന്ന മേഖല എനിക്ക് നൽകണം. ഇന്നി ഹഫീലുൻ അലീം, ഞാൻ നന്നായി അറിവുള്ള സൂക്ഷിപ്പുകാരനാണ് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അപ്പോൾ ഒരുപാട് ഗുണപാഠങ്ങളും നല്ലതായ ഒരുപാട് ആശയങ്ങളും മനസ്സിലാക്കി തരുന്ന 3 ആയത്തുകളാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത്തരം ആശയങ്ങൾ ഉൾക്കൊള്ളുക, പഠിക്കുക, പ്രാവർത്തികമാക്കുക. എങ്കിൽ ജീവിതം ഈ ലോകത്തും പരലോകത്തും സുന്ദരമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.